വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥിരമായി മോഷണം നടത്തിവന്ന യുവാവ് പിടിയിൽ. സ്കൂളുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥിരമായി മോഷണം നടത്തിവന്ന തിരൂരങ്ങാടി ചന്തപ്പടി അമ്പാടി വീട്ടിൽ ഖാദർ ഷെരീഫാണ് പരപ്പനങ്ങാടി പോലീസിന്റെ പിടിയിലായത്. പരപ്പനങ്ങാടി BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസ് റൂം അലമാരകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് ഇയാൾ വലയിലായത്. CCTV പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ സ്കൂളിലും പരിസരത്തും എത്തിച്ച് തെളിവെടുത്തു. മോഷണം നടത്തിയ രീതിയും മോഷണം മുതൽ സൂക്ഷിച്ച സ്ഥലവും പ്രതി പോലീസിന് വിവരിച്ചു നൽകുകയും ചെയ്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഖാദർ ഷെരീഫ് PSMO കോളേജ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, OHS തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയതിന് നേരത്തെ പിടിയിലായിട്ടുണ്ട്. ഷിംജിതയ്ക്കെതിരെ പെൺകുട്ടിയുടെ പരാതി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട ഷിംജിത മുസ്തഫയ്ക്കെതിരെ മറ്റൊരു പരാതി കൂടി. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച അതേ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് കണ്ണൂർ പോലീസിൽ പരാതി നൽകിയത്. തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. ജോലിക്കെത്തിയ അതിഥി തൊഴിലാളിയെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതി പിടിയിൽ. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ ജോലിക്കെത്തിയ അതിഥി തൊഴിലാളിയെ ആക്രമിച്ച പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ പരപ്പനങ്ങാടി കെട്ടുങ്ങൽ സ്വദേശി കോങ്ങാശ്ശേരി വീട്ടിൽ നബീലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 17-ാം തീയതി രാത്രി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയതായിരുന്നു അതിഥി തൊഴിലാളി. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പ്രതിയായ നബീൽ ഇയാളെ തടഞ്ഞു നിർത്തുകയും ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് തൊഴിലാളിയുടെ കൈവശമുണ്ടായിരുന്ന പണവും മൊബൈൽ ഫോണും ബലമായി തട്ടിയെടുത്ത് പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ തൊഴിലാളി നൽകിയ പരാതിയിൽ CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. കൊല്ലം കടക്കലിലെ വീട്ടിൽ നിന്ന് 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചൂണ്ട അയനിവിളയിലുള്ള സെലീനയുടെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. വീട്ടുകാർ പുറത്തുപോയ സമയം നോക്കിയാണ് മോഷ്ടാക്കൾ കൃത്യം നിർവഹിച്ചത്. ജോലിക്ക് പോയിരുന്ന സെലീന വൈകുന്നേരം തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് വീട് കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. വീടിന്റെ പിൻഭാഗത്തെ ഗ്രിൽ തകർത്ത് കതക് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മുറിക്കുള്ളിലെ അലമാരകൾ കുത്തിത്തുറന്ന നിലയിലായിരുന്നു. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലും. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ വീടിനുള്ളിലെ CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ മോഷ്ടാക്കൾ അപഹരിച്ചു. സെലീന വിവരം അറിയിച്ചതിനെ തുടർന്ന് കടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് പോലീസിന് ചില നിർണായക സൂചനകൾ ലഭിച്ചതായാണ് വിവരം. സമീപ പ്രദേശങ്ങളിലെ മറ്റ് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. എറണാകുളത്ത് എക്സൈസിന്റെ വൻ ലഹരിവേട്ട. ആലപ്പുഴ സ്വദേശി പിടിയിൽ. 250 ഗ്രാം MDMAയുമായാണ് ആലപ്പുഴ സ്വദേശിയെ പിടികൂടിയത്. 2 ഗ്രാമോളം കഞ്ചാവും ഇയാളിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. ജില്ലയിൽ ഈ വർഷം രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ ലഹരി കേസാണിത്.